ഇന്നേ ദിവസം നമ്മൾ കേൾക്കുന്നത് 40 ദിവസങ്ങളെ കുറിച്ചാണ്. നമ്മൾ തപസ്സുകാലം ആരംഭിക്കുകയാണ് 40 ദിവസങ്ങളിലായിട്ട്. എന്തുകൊണ്ടാണ് 40 എന്ന് പറഞ്ഞ സംഖ്യ? വിശുദ്ധ ഗ്രന്ഥത്തില് 146 തവണ 40 എന്ന് പറഞ്ഞ സംഖ്യ ഉപയോഗിക്കുന്നുണ്ട്. 40 ദിവസം, 40 ദിനരാത്രങ്ങള്, 40 വർഷം, അങ്ങനെയൊക്കെ. അങ്ങനെ ഈ 40 എന്ന് പറഞ്ഞ സംഖ്യ അല്ലെങ്കിൽ ദിവസങ്ങൾ, വർഷങ്ങൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുവാനുള്ള കാലയളവ് എന്നതിനേക്കാൾ ഉപരി ദൈവത്തെ ദർശിക്കുവാനായിട്ട് ഒരുങ്ങുന്ന കാലയളവാണ്. അതായത് 40ാമത്തെ ദിവസം പ്രളയം നീങ്ങുന്നു. 40ാം ദിവസം ഏലിയ ഹൊറേബിൽ പോയി ബലിയർപ്പിച്ചു. 40ാമത്തെ ദിവസം മോശയ്ക്ക് 10 കൽപ്പനകൾ ലഭിക്കപ്പെട്ടു. 40ാമത്തെ വർഷം തേനും പാലും മുഴുവൻ കാനാൻ ദേശത്ത് പ്രവേശിച്ചപ്പോൾ 40 എന്ന് പറയുന്നത് പരീക്ഷിക്കപ്പെടുക എന്നതിനേക്കാൾ ഉപരി ദൈവത്തെ ദർശിക്കുവാനുള്ള കാലയളവാണ്. അപ്പോൾ ഈ ഒരു തപസ് കാലത്ത് ഈ 40 ദിവസങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും ഈശോയെ ദർശിക്കുവാൻ പറ്റട്ടെ, ഈശോയെ അറിയാൻ പറ്റട്ടെ, ഈശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ച് ധ്യാനിച്ച് മലമുകളിൽ ഈശോയെ ദർശിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിന് തപസ്സുകാലം നമ്മളെ സഹായിക്കും.